ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നത് വെച്ചാൽ 50-50 വരുന്ന ബോളിലെ നമ്മുടെയൊക്കെ ജസ്റ്റ് ചില സമയം നമ്മുടെയൊക്കെ അഡ്വാൻസ് ആയിട്ട് കുറച്ച് ദൂരെ തട്ടിപ്പോകും ബോൾ ദൂരെ തട്ടിപ്പോകുമ്പോൾ ആ ഡിഫൻഡർ ചിലപ്പോൾ ഓടി വന്നാലും നമ്മൾ ഓടിപ്പോയാലും കറക്റ്റ് ഒരേ ടൈമിങ്ങിനായിരിക്കും എടുക്കുക. നമ്മൾ അടിച്ച് ഇതാകുന്ന പോലത്തെ ഒരു സിറ്റുവേഷൻ വരും. ചിലപ്പോൾ അത് ഡിഫൻഡർ എടുക്കുന്ന വരുന്നതായിരിക്കും, ചിലപ്പോൾ ഒരാൾ പാസ് എടുത്ത് തരുന്നത് രണ്ടാളും പോയി അടിച്ചു വാങ്ങുന്ന പോലത്തെ സിറ്റുവേഷൻ ആയിരിക്കും. അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ 50-50 വരുന്ന ബോൾ സിറ്റുവേഷൻ, അങ്ങനത്തെ സിറ്റുവേഷൻ എങ്ങനെയാ ഹാൻഡിൽ ചെയ്യുമെന്ന് നമുക്ക് ഇന്ന് പഠിക്കാം. നമ്മൾ സാധാരണ എന്താ ചെയ്യുമെന്ന് വെച്ചാൽ, നമ്മൾ അങ്ങനെ വരുന്ന ബോള് നമ്മൾ മാക്സിമം ഓടിപ്പോയിട്ട് തമ്മിൽ അടിക്കൂ, എന്തെങ്കിലും ചെയ്യും, തമ്മിൽ അടിക്കുവോ, ഇല്ലെങ്കിൽ അധികവും ചെയ്യുന്ന തമ്മിൽ അടിക്കായിരിക്കും. എന്നാൽ 50-50 രണ്ടാക്കും ഇതല്ലേ, അപ്പൊ അടിച്ച് ബോൾ എടുക്കാന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുക. നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് 50-50 ബോൾ ആണെങ്കിൽ എങ്ങനെയെങ്കിലും ഓടി ഒരു 51 ഒരു 49 ആക്കിയാൽ തന്നെ മതി. ജസ്റ്റ് ഒരു ടച്ച് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു സ്പീഡിൽ ജസ്റ്റ് ഒരു സ്പീഡ് നമ്മൾ കണക്ക് കൂട്ടുക. അപ്പൊ അതിന് മുമ്പ് കുറച്ചൊന്ന് ഓടിക്കഴിഞ്ഞ് നമ്മൾ വരിക. നമ്മളിപ്പോ ഒരു സ്റ്റാൻഡിങ് ബോളാന്ന് വിചാരിച്ചോ, നീ അങ്ങോട്ടേക്ക് പോണ്ടേ, ഞാൻ അങ്ങോട്ടേക്ക് പോണ്ടേ, നീ എടുത്തോ. അപ്പൊ ഇവിടുന്ന് എന്താ ചെയ്തതെന്ന് വെച്ചാല്, ഇപ്പൊ എന്താ ഞാൻ ചെയ്തേ സൈഡ് തട്ടി മാറ്റി സൈഡ് പോയി. അതിപ്പോ ഒരു സൈഡ് തട്ടി മാറ്റിയിട്ട് ഓപ്പോസിറ്റ് സൈഡ് പോകണമെന്ന് ഒരു നിർബന്ധമില്ല. നമ്മൾ അവിടെ രണ്ട് കാര്യങ്ങൾ സേഫ് ചെയ്യണം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഫുൾ സ്പീഡിലാണ് വരുമ്പോൾ നമ്മൾ ആദ്യം സേഫ് ആണ്. നമ്മൾ പോയിട്ട് ക്രാഷ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ബോൾ സൈഡിലേക്ക് തട്ടി മാറ്റിയാലും കാര്യമുണ്ടാ, ബോൾ വേറെ ആൾ എടുത്തിട്ട് പോകും. അപ്പൊ നമ്മൾ ആദ്യം സേഫ് ആണോ, സേഫ് ചെയ്യുന്നതിന് മുമ്പ് ബോളിനെ സേഫ് ആക്കണം. ബോളിനെ സേഫ് ആക്കണമെങ്കിലോ, നീ എടുത്തു വാ. ബോളിനെ സേഫ് ആക്കണമെങ്കിൽ എന്താണെന്ന് വെച്ചാൽ, ഈ ഓടി വരുമ്പോൾ തന്നെ ഈ രണ്ട് സൈഡിൽ ഏത് സൈഡാ ഫ്രീ നോക്കിയിട്ട് ഓടി വരിക. ഫസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ തന്നെ ഏത് സൈഡാ ഫ്രീ നോക്കിയിട്ട് വേണം, സ്കാൻ ചെയ്തിട്ട് വേണം ഓടി വരാൻ. ഓടി വന്നപാട് ബോൾ ഏത് സൈഡിലാണോ ഫ്രീ ആ സൈഡിലേക്ക് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കുക. എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ് ഒരു 51% 49% ആയിരിക്കും. അപ്പൊ ആ 1% നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പൊ ആ 1% ചിലപ്പോൾ ഓപ്പൺ തന്നെ തിരിയില്ല. അപ്പൊ നമ്മൾ സ്പീഡിൽ വെച്ച് ജസ്റ്റ് ആ ഒരു സൈഡിലേക്ക് ജസ്റ്റ് ഒന്ന് തട്ടിയിടുക. തട്ടിയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങോട്ടാണോ തുള്ളി രക്ഷപ്പെടാൻ പറ്റുക അങ്ങോട്ടേക്ക്. ചിലപ്പോൾ കാല് സ്ലൈഡിങ് വന്നേക്കാം, ടാക്ലിങ് വന്നേക്കാം, എന്തെങ്കിലും വന്നേക്കാം. അപ്പൊ തട്ടിയ ഉടനെ നമ്മൾ ഓപ്പോസിറ്റോ ഇല്ലെങ്കിൽ ഈ സെയിം സൈഡോ എവിടെയാണെങ്കിൽ കുഴപ്പമില്ല, ജസ്റ്റ് ഒന്ന് ജമ്പ് ചെയ്ത് തുള്ളി രക്ഷപ്പെട്ടാൽ എന്തായാലും ഈ വരുന്ന പ്ലെയർ നമ്മൾ വരുന്ന അതേ സ്പീഡിൽ വരുന്ന പ്ലെയറാണ്. ഈ അത്രയും സ്പീഡിൽ വരുന്ന പ്ലെയർക്ക് നമ്മളെ പോയ അതേ സ്പീഡിൽ തിരിച്ച് ഒരിക്കലും വരാൻ പറ്റില്ല. അവിടെ നിന്ന് ഔട്ടായിപ്പോ, ഇല്ലെങ്കിൽ നിന്ന് തിരിച്ചു വരുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത കളി അവിടെ കളിക്കാൻ പോവാം. അത് ഫസ്റ്റ് മെത്തേഡ്. സെക്കൻഡ് മെത്തേഡ് എന്ന് വെച്ചാൽ, നമ്മൾ ചിലപ്പോൾ സ്റ്റാൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു ഡിഫൻഡർ ആയിരിക്കും. നമ്മളെടുക്കുക ബോള് ചിലപ്പോൾ ഒരു സ്ട്രൈക്കർ ബോൾ എടുത്ത് തരുമ്പോൾ കുറച്ച് അഡ്വാൻസ് ആയിട്ട് ബോൾ ചിലപ്പോൾ ടാപ്പ് ചെയ്ത് പോകും. അപ്പോൾ അങ്ങനെ വരുന്ന ബോൾ ചിലപ്പോൾ നമുക്ക് 50-50 ചിലപ്പോൾ നമുക്കൊരു 60% ഓനൊരു 40% വരുന്ന ബോൾ ഉണ്ടാവും. നമ്മൾ എന്തായാലും ഫസ്റ്റ് നമുക്ക് ടച്ച് ചെയ്യാൻ പോകുന്നത്. പക്ഷെ നമ്മൾ ടച്ച് ചെയ്ത പാട് ഈ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഓടി വരുന്നത്, ടച്ച് ചെയ്ത പാട് ഓൻ എന്തായാലും കളിക്കാൻ പോകുന്നത്. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, സിമ്പിൾ ആയിട്ട് രണ്ടെണ്ണം ചെയ്യാം. കുറച്ച് നിങ്ങൾ ദൂരെ നിന്ന് വരുന്നതാണെങ്കിൽ ബോളിങ് ദൂരെ നിന്ന് ഇങ്ങനെ ഇതായി വരുന്ന ബോളാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് തട്ടിയിട്ടിട്ട് നമുക്ക് ഓടിപ്പോയിട്ട് ബോൾ എടുക്കാം. ജസ്റ്റ് ഒന്ന് നമ്മൾ അത് കണക്കൂട്ടണോ. സോ ക്ലോസ്ഡ് അധികം അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതൊരിക്കലും കളിക്കാൻ പറ്റില്ല. ഒരു ടു സ്റ്റെപ്പ് ഡിസ്റ്റൻസിന്റെ ബേക്കിൽ നിങ്ങൾ നിങ്ങൾക്ക് കോൺഫിഡന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് തട്ടിയിട്ടിട്ട് ആ പ്ലെയറെ മുകളിലോട്ട് കളിച്ചിട്ട് ആ ബോള്, അങ്ങനെ നിങ്ങൾ ചിപ്പ് ചെയ്യുന്ന ബോള് ഒരിക്കലും ദൂരെ പോകില്ല. നിങ്ങൾക്ക് കോൺഫിഡന്റ് ആയിട്ട് എടുക്കുക. എന്ന് പറഞ്ഞാൽ ബോള് ഉൾട്ടയായിട്ട് തിരിയുക. ബോളിങ്ങാ നമ്മളിങ്ങനെ തട്ടുന്ന ബോൾ ഉൾട്ടയായിട്ട് തിരിയുന്നത്. ബോൾ ഇങ്ങോട്ട് വരുന്നുണ്ടാ, ഇങ്ങനെ തിരിഞ്ഞ് ഇവിടെ തന്നെ നിൽക്കും. അവിടെ തന്നെ നിന്ന് നമുക്ക് സുഖമായിട്ട് നമുക്ക് പോയിട്ട് റിസീവ് ചെയ്തിട്ട് കളിക്കുക. ടൈം എടുത്ത് റിസീവ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ വരുന്ന പ്ലെയർ ഫുൾ ഫാസ്റ്റിലെ വരുന്നത്. എന്ന് പറഞ്ഞാൽ ഓൻ സ്ട്രൈക്കറാ, നമ്മുടെ എടുത്തേ വീട്ടിലോ നമ്മളെ കാലിൽ കെട്ടിയാൽ വേറെ വഴിയില്ല, മാക്സിമം സ്പീഡിലാണ് വരിക. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ നല്ലോണം ചിപ്പ് ചെയ്ത് പഠിക്കണം. മേലോട്ട് ചിപ്പ് ചെയ്ത് പഠിക്കണം. അതല്ല കുറച്ചും കൂടി അടുത്ത് വന്ന് അതേ സിറ്റുവേഷൻ ഒരു 40-60, ഇപ്പൊ ഞാൻ ഒരു 30-70 പറഞ്ഞത്. നമുക്കൊരു 70%, അവനൊരു 30%. ഇപ്പൊ അവനൊരു 40%, കുറച്ചും കൂടി അടുത്ത് വന്ന് നമുക്കൊരു 60% എന്നാലും അവിടെ സ്ഥലമുണ്ട്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ചെയ്തിട്ടില്ലേ, ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് തട്ടി മാറ്റിയിട്ടില്ലേ, ഈ തട്ടി മാറ്റിയതും നമ്മളിപ്പോ ചിപ്പും ചെയ്തതിൽ രണ്ട് കോമ്പിനേഷൻ ആയിട്ട് ചെയ്യുക. കോമ്പിനേഷൻ ആയിട്ട് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് സൈഡിലേക്ക് തട്ടി മാറ്റും. എന്ന് പറഞ്ഞാൽ അധികം ഭയങ്കര അടുത്തോ ഈ ഒരു ഡിസ്റ്റൻസിലാകുമ്പോൾ നമുക്ക് ഇദ്ദേഹത്തിന്റെ മുകളിലോട്ട് നമുക്ക് കളിക്കാൻ പറ്റും. ഈ ഒരു ഡിസ്റ്റൻസിലാകുമ്പോൾ ഇത്രയും മേലെ കളിക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഈ വരുന്ന പ്ലെയർക്ക് വേണമെങ്കിൽ ഉരുട്ടിയിട്ടാൽ ചിലപ്പോൾ കാല് തട്ടിയേക്കാം, അങ്ങനെ ഉരുട്ടി വേണമെങ്കിൽ കളിക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾ സുഖമായിട്ട് കളിക്കാൻ പറ്റുന്നത്
ഇവിടെ നിന്ന് കറക്റ്റ് ജസ്റ്റ് ഒന്ന് ചിപ്പ് ചെയ്ത് പൊന്തിച്ചിട്ട് ഇത്ര ഏരിയയിൽ ഇവിടേക്ക് ബോൾ ഇടുക. ജസ്റ്റ് വരുന്ന ബോള് ജസ്റ്റ് ഒന്ന് തട്ടിയിട്ട് മാറ്റാം. ഈ ജസ്റ്റ് തട്ടിയിട്ട് നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ അതേ ചിപ്പ് തന്നെ നിങ്ങൾക്ക് ആ റൈറ്റിലേക്കോ അത് അധികം നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലത്തെ അധിക സൈഡിലേക്കുള്ള സ്പേസ് ഒന്നും വേണ്ട. ഇത് പ്ലെയർ ഇരുന്ന് വരുന്നുണ്ടെങ്കിൽ പ്ലെയർ ഇപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ തൊട്ടിപ്പുറത്ത് നമ്മൾ തട്ടിടുന്നത്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് പോയിട്ട് ഈ പ്ലെയർ ഇങ്ങനെ വരുന്ന പ്ലെയറെ നമ്മൾ തട്ടുന്ന പ്ലെയറെ മാറി കൊടുക്കുന്ന നമ്മൾ ഒരു ബോൾ എടുക്കുന്നത്. സിമ്പിളാ, പക്ഷെങ്കിൽ കോൺഫിഡന്റ് വേണം. കോൺഫിഡന്റിൽ നിങ്ങൾ അത് ചെയ്ത് പഠിച്ച് പ്രാക്ടീസ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കളിയിൽ കോൺഫിഡന്റ് വരും. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കളിക്കാൻ പറ്റും. അപ്പൊ ഈ ഒരു 3 മെത്തേഡ് ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ഈ ഒരു 3 മെത്തേഡ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് ഇങ്ങനത്തെ വരുന്ന ബോൾ നിങ്ങൾക്ക് ഒരു പ്രഷറും ഇല്ലാണ്ട് നിങ്ങൾക്ക് എടുത്ത് കളിക്കാൻ പറ്റും. അപ്പൊ ഈ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം.